പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് കർക്കിടക പെയ്ത്തിന്റെ തണുപ്പിലേക്ക് കേരളം ഉണരുമ്പോൾ തൃശ്ശൂർ വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് ഭക്തിയുടെയും ഗജപ്രേമത്തിൻ്റെയും പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. പ്രതിബന്ധങ്ങൾ അകറ്റുന്ന ഗണപതി ഭഗവാന്റെ പ്രീതിക്കായും പ്രകൃതിയുടെ വരദാനമായ ഗജവീരന്മാർക്ക് ഉന്മേഷം പകരാനുമായി ഇന്ന് വടക്കുന്നാഥനിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയോട്ടും നടക്കുന്നു. നമ്മളും അതിൽ പങ്കെടുക്കുകയാണ്. ആനയൂട്ട് കൂടുവാൻ തൃശൂർ നാടൊന്നാകെ നെഞ്ചിലേറ്റിയ നാമധേയം ശങ്കരൻ കുളങ്ങരയിലെ കൊമ്പനാന. ഇതാ ശങ്കരൻ കുളങ്ങര ദേവസ്വത്തിന്റെ ആരോഗ്യ പുത്രൻ കടന്നു വരുന്നു. ശങ്കരൻ കുളങ്ങരയിലെ കൊമ്പനാന ഗജരാജൻ ശങ്കരൻ കുളങ്ങര ഉദയൻ. അതെ, വിശ്വപേരൂർ ഒരിക്കലും മറക്കാത്ത ഒരു പിടി ഗജതാരകങ്ങൾ അണിനിരക്കുന്ന ശങ്കരൻ കുളങ്ങരയിലെ ഇന്നത്തെ താരം പ്രിയ സാരഥി സുന്ദരേട്ടന്റെ കൈകൾ പിടിച്ചു കടന്നു വരികയായി. ശങ്കരൻ കുളങ്ങര മണികണ്ഠൻ എന്ന അധികാരികനായ കൊമ്പൻ തെളിയിച്ച പാതയിലൂടെ തൃശൂർ പൂരത്തിന്റെ വരെ ആവേശമായി മാറിയവൻ ഭഗവതിയുടെ കൃപയും തട്ടകത്തിന്റെ ഒരുമയും ഒന്നു ചേർന്നപ്പോൾ ഒരു പിടി ഗജധാർമ്മികളുടെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ശങ്കരൻ കുളങ്ങരയിൽ ഇന്ന് വിലസുന്ന വീരനായകൻ തന്റെ പദവുകൾക്ക് ഭംഗം വരുന്നാണ് ഇത്തവണയും ശ്രീ വടക്കുന്നാഥൻ ആനയൂട്ടിനായി കടന്നു വരികയായവൻ. തൃശൂർ പൂരത്തിന്റെ അടക്കം എണ്ണം പറഞ്ഞ പൂരങ്ങളുടെ നിറസാന്നിധ്യം കൂടൽ മാണിക്യം ഉത്സവമടക്കം പേരുകേട്ട വേദികളിൽ തിളങ്ങി നിന്ന ചരിത്രം കാരമുക്ക് ഭഗവതിയുടെയും അയ്യന്തൂർ കാർത്യായനിയുടെയും എല്ലാം കോലം ശിരസിലെത്തി നിന്ന നിയോഗം. അതെ, ഇവൻ ശങ്കരൻ കുളങ്ങര ഭഗവതിയുടെ മാനസപുത്രൻ ഗജരാജൻ ശങ്കരൻ കുളങ്ങര ഉദയനും സാരഥിമാർഗം ശ്രീ വടക്കുന്നാഥന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇപ്പോൾ നികന്നഴുകുമായി കടന്നു ചെല്ലുന്നവൻ അടികൾക്ക് വിസ്മയം പകരുന്ന ശാരീരിക കാന്തയും ലാളിത്യവും കൊണ്ട് നിറയുന്ന വിസ്മയം മണിക്ക വീട്ടിൽ ശ്രീഭദ്രയ്ക്കും ശ്രീ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ശ്രീ വടക്കുന്നാഥന്റെ ഗോപുരവാതിൽ കടക്കുവാൻ അഴകിന്റെ യാവനാഴി ഏന്തി സാരഥി അപ്പു ഇടക്കൊച്ചിയുടെ കൈകൾ പിടിച്ചവതരിക്കുകയാണ്. പാമ്പാടിക്കരയുടെ രണ്ടാമൻ പ്രൗഢഗംഭീരമായ മഹോത്സവങ്ങൾക്ക് പകിട്ടിന്റെ വർണ്ണാഭവരുവാൻ വീരപദവി കൊണ്ട വസന്തം രാജകീയ പ്രൗഢിയുടെ അവസാന വാക്കായ രാജാധിരാജൻ പാമ്പാടി രാജനോടൊപ്പം മൂടങ്കല്ലും തറവാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവൻ സുന്ദരൻ. ശ്രീ വടക്കുന്നാഥൻ ആനയൂട്ടിലേക്ക് അഴകാർന്ന ഒരു കൊമ്പൻ വരികയായി. ഇവൻ ആഘോഷങ്ങൾക്ക് പ്രിയമാർന്ന മലയാള മണ്ണിന്റെ തെക്കൻ ഗജഭൂമി ഭരിക്കുന്ന വീരതാരകം വരാംഗശ്രേഷ്ഠൻ പിച്ചിൽ രാജീവ്. ഇവൻ വസന്തങ്ങൾ വിരിയുന്ന വടക്കൻ ഔഷധ ഭൂമിയിൽ നിന്നും രഥമേറി മലയാളക്കരയിൽ വന്നവൻ. പൂരഭൂമികൾ കൊതിച്ച ചന്തവും പേറി പുതിയ കാലത്തിന്റെ ഉത്സവ പെരുമ കൂടുന്നവൻ. ഉന്നതികളിൽ ആറാടിയ വീരചരിതങ്ങൾ കൊണ്ട് തെക്കൻ ഗജഭൂമി അടക്കി ഭരിക്കുന്ന നായകൻ. എന്നും ഒരു പിടി താരങ്ങൾക്ക് സ്ഥാനം നൽകിയ കൊല്ലം നാടിന്റെ മണിത്തട്ടിലെ എണ്ണം പറഞ്ഞ ഗജരാജ തമ്പുരാൻ ഏതു വേദിയുടെ നടുവിലും ഏറ്റവും മികച്ച ആവേശം കാഴ്ചവെക്കുവാൻ ഇന്നേ അണിഞ്ഞൊരുക്കി കഴിഞ്ഞ ധീരനായകൻ വരാംഗ ശ്രേഷ്ഠൻ പിച്ചിൽ രാജീവ്. ഇവൻ ആഘോഷങ്ങൾക്ക് പ്രിയമാർന്ന മലയാള മണ്ണിന്റെ തെക്കൻ ഗജഭൂമി ഭരിക്കുന്ന വീരതാരകം. ഇതാ നിൽക്കുമ്പോൾ ഇതാ അവതരിക്കുകയാണ് ശേഖർജി. മികവിന്റെയും മികവിന്റെയും സമാനമായ ആഢ്യൻ തമ്പുരാൻ. ഇവൻ ആന കേരളത്തിന്റെ നിത്യഹരിത നായകൻ. തനിനാടനഴകിന്റെ പെരുമയായ താര രാജകുലപതി ആരാധകരുടെ ശേഖർജി. ഐരാവത സമസൂര്യപ്രഭാവൻ കളഭകേസരി കാളയാർ മഠം ശേഖരൻ.
മാറിയവൻ, തലമുറകൾ കണ്ട് ശീലിച്ച ജനപ്പെരുമയുടെ താരനായകനായി ഏതൊരു മണ്ണിനെയും തന്റെ സൗന്ദര്യ മികവിൽ ചേർത്ത് നിർത്തുന്നവൻ, പ്രൗഢി എന്ന വാക്കിന് ആഭ്യന്തമെന്ന ശൈലിക്ക് മാനക്കേരളം പറയുന്ന അക്ഷരം തെറ്റാത്ത പര്യായം അവതരിക്കുകയായി. ശ്രീ വടക്കുംനാഥന്റെ തിരുസന്നിധിയിലെ ഗംഭീരമായ ആനയൂട്ടുകൂടുവാൻ കാളിയാർ മഠത്തിന്റെ വീരവേശരി മികവാർന്ന സഖ്യ സൗന്ദര്യത്തിന്റെയും മികവാർന്ന എഴുന്നള്ളിപ്പ് പ്രൗഢിയുടെയും അവസാന വാക്ക് സാക്ഷാൽ വേദരാജരത്നം കാളിയാർ മഠം ശേഖരൻ. സൂര്യന്മാരുടെ ആതങ്കമാണിക്യം അക്കരമൽ പാവുരായി. മണ്ണിൽ പുലയുന്ന ഓരോ ആഘോഷത്തോടെയും അഭനീയമായ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കുവാൻ വീരപുത്രന്റെ ഭാവനയുടെ നിലകത്തുള്ളി തിരുവമ്പാടി കണ്ണനോടൊപ്പം പൂരങ്ങളുടെ പൂരത്തിന് എഴുന്നള്ളുന്ന തിരുവമ്പാടി ഭഗവതിയുടെ ആരോഗ്യ പുത്രി ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി. ആചാൽ പൂരനായകനും ചന്ദ്രശേഖരനും പൂരപ്രമാണി കണ്ണനും സോദരിയായി തിരുവമ്പാടി തട്ടകത്തിൽ താരത്തിളക്കമോടെ വാടുന്ന മാതങ്കറാണി. എഴുന്നള്ളി വന്നാൽ സാക്ഷാൽ തിരുവമ്പാടി ഭഗവതി തന്നെയെന്ന് തിരുവമ്പാടി ലക്ഷ്മി. മലയാളത്തിന്റെ രാജരാജാക്കന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ പുതുമയുള്ള കാലത്തിന്റെ ആവേശങ്ങളെ അടിമുടി നെഞ്ചിലേറ്റുവാൻ പുത്തനടവുകളും കൈക്ക് തെളിഞ്ഞവതരിക്കുകയാണവൻ യുവകേസരി മീനാട് കേശു. ഇതാ ഈ നാടിന്റെ ആഘോഷം അടിമുടി ആവേശം കൈക്കൊള്ളുമ്പോൾ അവതാരപ്പിറവിയുടെ പുതുയുഗഭാവം തെളിയിച്ച സാരഥി കിളിമാനൂർ അച്ചുവിന്റെ കൈകൾ പിടിച്ചു വരികയാണ് കേശു. ഉത്തര ഭാരത ഭൂമിന്റെ വെടിത്തട്ടിൽ ഉത്സവ മലയാളത്തിന്റെ തെക്കൻ ഹൃദയത്തിലേക്ക് കുറച്ച് ചുവട് വയ്പ്പുകളുമായി കടന്നു വന്നവൻ ശ്രീധർമ്മശാസ്താവ് വാടുന്ന മീനാടിന്റെ വെടിത്തട്ടിൽ വടക്കൻ കേരളത്തിന്റെ ഹൃദയ സിരകളിലേക്ക് പടർന്നു കയറിയ ആവേശം മീനാട് കേശു. അവിട്ടേറുന്ന മണ്ണിൽ പ്രൗഢിയോടെ ഗജറാണിമാർ അണിനിരക്കുന്ന നേരത്തേക്കിതാ പമ്പയാറിന്റെ തീരം കടന്നു വരികയാണവളും. മലയാള മണ്ണിന്റെ മാറ്റങ്ങൾ തെരുവുകളിലേക്ക് കൂടുവാനും ആരാധകരെ തന്റെ കരിയഴകിൽ നിലയ്ക്ക് നിർത്തുവാനും കടന്നു വന്ന ഗജവസന്തം. കുടിച്ചു തുള്ളി ഒഴുകുന്ന പമ്പയാറ്റിൽ കുളിച്ചു തോർത്തി കുറിയും തൊട്ട് കടന്നു വരുന്ന നാരീരത്നം. അയ്യനയ്യപ്പന്റെ പൊന്നിൻ തിരുവാഭരണത്തെ കൊമ്പിൻ കുറഞ്ഞ താരങ്ങൾക്കിടയിലേക്ക് അഭിമാനമായി വളർന്നു വരുന്ന യുവവീര മാണിക്യം യുവകേസരി നമ്പിലത്ത് ഗോവിന്ദക്കണ്ണൻ. ഒപ്പം കൂടയൻ കേരളത്തിന്റെ എണ്ണം പറഞ്ഞ താരങ്ങൾക്കിടയിലേക്ക് അഭിമാനമായി വളർന്നു വരുവാൻ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് കാത്തുവച്ചിരിക്കുന്ന മാണിക്യം. ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ മാണിക്യത്തെ സംഗമേശനുള്ള ആനയായി നിന്നവൻ ഗജരാജകുമാരൻ നന്ദിലത്ത് ഗോപികണ്ണൻ. സ്വയം ഭൂവായ ശക്തി ചൈതന്യം കൊടിയിരിക്കുന്ന മണ്ണിൽ ഗജപൂജയും ആനയൂട്ടും കൂടുവാൻ ഇനി വരികയാണ് കൊളക്കാടന്റെ ഗണപതി ചന്തം. ആരെന്നും എന്തെന്നും എന്ന ചോദ്യത്തിന് ഞാനെന്ന് ഉത്തരം കൊടുക്കുവാൻ പോകുന്ന യുവരാജാവ്, അങ്കത്തട്ടിൽ പോരാട്ട വീര്യം നിറയുന്ന വടക്കൻ നാടിന്റെ മാതംഗപുത്രൻ, സിരകളിൽ മാമാങ്ക സ്മരണകൾ ഉണർത്തുന്ന വീറും വാശിയുമായ ആന കേരളത്തിൽ താരമാകാൻ വരുന്ന വേറിട്ട ചന്തം വന്നു ചേരുകയായി. അഴകിന്റെയും മികവിന്റെയും പുത്തൻ പുതുമകളുടെയും ഗജസ്വരൂപം ഈ വടക്കുംനാഥന്റെ ആനയൂട്ട് കൂടുവാൻ അമ്പാടിയിൽ നിന്നും ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണവൻ. അതെ, വൈശാഖ മാസത്തിന്റെ പുണ്യസുഹൃതത്തിൽ കൊട്ടിയൂർ പെരുമാളിന് പീഠം തീർത്ത കരിവീര കേസരി, തെക്കിന്റെ അഭിമാനമായി വടക്കൻ കേരളം നിറഞ്ഞാടിയവൻ ഗജരാജകേസരി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവൻ. ആനയൂട്ടിലേക്ക് ഇനി ഇതാ
വന്നെത്തുകയായി കൊടുമണ്ണിന്റെ കൊച്ചുതമ്പുരാൻ. തെക്കൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗജകേസരികൾ അണിനിരക്കുന്ന കൊടുമണ്ണിലെ ഇന്നത്തെ താരകം കൊട്ടിയൂർ പെരുമാളിന് പീഠം തീർത്ത് ഗജരാജ കേസരി കൊടുമൺ ശിവന്റെ വരവാണിനി പുതിയ കാലത്തിന്റെ ആവേശമായി മാറുവാൻ പുതിയ സാരഥി വയലാർ സച്ചിന്റെ കൈകൾ പിടിച്ചു കടന്നു വരികയാണവൻ. ആവനാടിയിൽ തന്റെ ഗജമികവ് ചീകി മിനുക്കി ഏത് മണ്ണിൽ ഭാരവാഹികളും കർശനമായും അറിയിക്കുകയാണ്. നാടു കാണാൻ കാത്തിരിക്കുന്ന കർക്കടക പുലരിയിൽ ആവോളം ആവേശം പകരുവാൻ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും കടന്നു വരികയാണ് ഒരു വീരഗജരാജൻ. അതെ, ഇവൻ ആലപ്പുഴക്കാരുടെ ആകെ അഭിമാനമായ കലവൂർ കുളമാക്കൽ തറവാട്ടിലെ കൊമ്പനാന, ഇരുമുഖ ശ്രേഷ്ഠൻ കുളമാക്കിൽ ഗണേശൻ. ഉത്തരവനാന്തര ഭൂമിയുടെ ഹൃദയ സീമയിൽ നിന്നും ആലപ്പുഴയുടെ കടലോരത്തേക്ക് ആവേശപ്പെരുമയുമായി കടന്നു വന്നവൻ. വേറിട്ട രീതികളും വേറിട്ട ശൈലികളും കൊണ്ട് ആന കേരളത്തിൽ വിസ്മയ പെരുമ ചാർത്തി നിൽക്കുന്നവൻ. ആരും കൊതിക്കുന്ന എല്ലാ വിഘ്നങ്ങളും തീർക്കുന്ന വിഘ്നേശ്വരൻ്റെ പ്രതീകമായാണ് നമ്മൾ ആനകളെ കാണുന്നത്. കർക്കിടക മാസത്തിൻ്റെ ആദ്യ ദിനം ആനകൾക്ക് പൂജ ചെയ്തുകൊണ്ട് ഊട്ടുന്നത് വഴി വരും വർഷത്തെ തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്നതാണ് വിശ്വാസം. ആയിരക്കണക്കിന് ഭക്തർ സാക്ഷ്യം വഹിക്കുന്ന ഈ ചടങ്ങിൽ വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറേ നടയിൽ ഈ ആനകൾ അണിനിരക്കുമ്പോൾ ഉയരുന്ന മന്ത്രധ്വനികൾ അന്തരീക്ഷത്തെ ശരിക്കും ഭക്തിസാന്ദ്രമാക്കുന്നുണ്ട്. മേൽശാന്തി ആദ്യത്തെ ആനയ്ക്ക് ഉരുള നൽകുന്നതോടെയാണ് ആനയൂട്ട് ആരംഭിക്കുന്നത്. ഭക്തസഹസ്രങ്ങളാണ് ഇന്നീ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് വെറും ഒരു ഭക്ഷണമൂട്ടൽ മാത്രമല്ല, കർക്കിടക മാസത്തിലെ സുഖചികിത്സയുടെ ഭാഗമായി ആനകളുടെ ആരോഗ്യവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ ആയുർവേദ കൂട്ടുകൾ ചേർത്ത പ്രത്യേക ചോറാണ് നൽകുന്നത്. ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ഔഷധക്കൂട്ടുകൾ, നെയ്യ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുഴച്ച വലിയ ചോറുരുളകളാണ് ആനകൾക്ക് നൽകുന്നത്. ഇതിനോടൊപ്പം ആയിരക്കണക്കിന് കദളിപ്പഴങ്ങളും കരിമ്പും വെള്ളരിക്കയും ചേരുമ്പോൾ അത് ഗജവീര്യന്മാർക്ക് അമൃത തുല്യമായ വിരുന്നായി മാറുന്നു. കർക്കിടകം 1-ന് നമ്മൾ തീർച്ചയായും മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ന് രാവിലെ തുടങ്ങിയ ഈ മഴ വിശ്വാസികൾക്കും ആനപ്രേമികൾക്കും ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ആനകൾ മാത്രമാണ് ഈ മഴ ആസ്വദിക്കുന്നതായി കണ്ടത്. പക്ഷേ പൂരപ്രേമികളായ വിശ്വാസികൾ അഥവാ ആനപ്രേമികൾ ഒരാൾ പോലും ഈ മഴയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായി കണ്ടില്ല. എല്ലാവരും ആസ്വദിച്ച് തന്നെ മഴ നനയുകയാണ്. മഴയുടെ ശക്തി കൂടുന്തോറും ഇവിടേക്കുള്ള ജനത്തിരക്കും വർദ്ധിച്ചു വരുന്നതായാണ് എനിക്ക് തോന്നിയത്. ചെറിയ ലോക്കൽ ചാനലുകൾ മുതൽ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മീഡിയ ഇത് കവർ ചെയ്യുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇതുപോലൊരു ചടങ്ങ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹർഷാരവങ്ങളോടെയാണ് ഓരോ ആനയെയും അമ്പലത്തിനകത്ത് സ്വീകരിക്കുന്നത്. ഓരോ ആനയെയും അനുഗമിക്കുന്ന ഒട്ടേറെ ആന ആരാധകരുമുണ്ട്. ആനയുടെ അഴകളവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ഫാൻസിൻ്റെ എണ്ണവും അതിനനുസരിച്ച് ഈ അനുഗമിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
അത്യാവശ്യം സുരക്ഷാ ഉപകരണങ്ങൾ ഓരോ ആനപ്പാപ്പാന്റെ കയ്യിലുമുണ്ട്. ആനത്തോട്ടിയുമുണ്ട്. ചെറിയ കത്തി അദ്ദേഹത്തിന്റെ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ ഉപയോഗിക്കാനായിരിക്കുമല്ലേ. ഇനിയും തീർന്നിട്ടില്ല ആനകളുടെ വരവ്. ഇന്ന് ഈ ചടങ്ങിനെത്തുന്നത് 50-ലധികം ആനകളാണ്. പ്രതിസന്ധികളിൽ തളരുമ്പോൾ കൈത്താങ്ങാകൻ വിഘ്നേശ്വരന്റെ അനുഗ്രഹം തേടി തൃശൂർ വടക്കുന്നാഥന്റെ തിരുനടയിൽ അഷ്ടദ്രവ്യങ്ങൾ ഹോമിക്കുകയാണ്. തേങ്ങയും ശർക്കരയും കദളിപ്പഴവും ഉൾപ്പെടെയുള്ള 8 വിധ ദ്രവ്യങ്ങൾ ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കുമ്പോൾ അത് ഭക്തരുടെ മനസ്സിലെ ഭാരങ്ങളെ കൂടിയാണ് എരിയിച്ചു കളയുന്നത്. ഇന്ന് ഈ ചടങ്ങിനെത്തുന്നവർക്ക് മറ്റൊരു സൗകര്യം കൂടിയുണ്ട്. ചുമ്മാ ആനകളെ കണ്ട് മടങ്ങുക മാത്രമല്ല, ആനകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് നൈവേദ്യമായി നൽകുകയും ചെയ്യാം. തയ്യാറാക്കിയ ഭക്ഷണം പാക്കറ്റുകളിലാക്കുകയാണ് ഇവിടെ. 2500, 2000, 1000, 500, 100 രൂപ മുതൽ നമുക്ക് ഭക്ഷണം വാങ്ങി ആനയ്ക്ക് നൽകാം. 100 രൂപയുടെ പൊതി തീരെ ചെറുതായി പോയോ എന്ന സംശയത്തിലാണോ ഇദ്ദേഹം? ഇത്രയധികം ആനകളെ ഊട്ടുന്നതിനാവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്നതിന് അതിനനുസരിച്ചുള്ള പാത്രങ്ങളും ആവശ്യമാണ്. ഈ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ രാത്രിയിൽ അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ളവയായിരിക്കും അല്ലേ. ആവി പറക്കുന്ന ആനപ്പിണ്ടങ്ങളും ഈ വഴിയിൽ അങ്ങിങ്ങായി ഉണ്ട്. ഇവിടെ സമാധിയിലിരിക്കുന്ന ശിവനോട് സലാം പറഞ്ഞ് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴും സന്ദർശകരുടെ വരവിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.